സർ, പുതിയതരം വാക്സിനുകൾ ഉള്ളതായി പറയപ്പെടുന്നുണ്ട്. അവയ്ക്ക് ക്യാൻസറിനെ തടയാൻ സാധിക്കുമോ? വാക്സിൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വാക്സിൻ എന്ന് പറഞ്ഞാൽ സെർവിക്കൽ ക്യാൻസർ വാക്സിനാണ്. കാരണം HPV എന്ന് പറയുന്ന വൈറസ് അണുബാധ സെർവിക്കൽ ക്യാൻസറുമായിട്ട് ഏതാണ്ട് ഒരു 100% ബന്ധം പുലർത്തുന്നുണ്ട്. അപ്പോൾ ആ വൈറസിനെതിരെയുള്ള ഒരു വാക്സിൻ എടുക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് HPV ഇൻഫെക്ഷനിൽ നിന്നും അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസറിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നൊരു ബേസിസിൻ്റെ പുറത്താണ് ഇത് പ്രചാരത്തിലായിരിക്കുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ എല്ലാ പഠനങ്ങളും പ്രധാന പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന ഇന്ത്യയിലാണ്. ഡോക്ടർ ശങ്കർ നാരായൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം തന്നെ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അടുത്ത കാലത്തുള്ള റിസർച്ച് പഠനങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു ഡോസ് വാക്സിൻ എടുക്കുകയാണെങ്കിൽ കൂടെ ഗുണം കിട്ടും എന്നുള്ളതാണ് ചില പഠനങ്ങൾ വഴി പുറത്തു വന്നിരിക്കുന്നത്. അപ്പം സെർവിക്കൽ ക്യാൻസറാണ് ഒരു വാക്സിൻ വഴി പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ക്യാൻസറിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം. എന്നാൽ ഇതുപോലെ തന്നെ വേറെ ചില ഇൻഫെക്ഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഉദാഹരണമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി അത് ക്യാൻസറിലേക്ക് വഴിതെളിക്കാം. അപ്പം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസ് വാക്സിൻ എടുത്തിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വരാതിരുന്നാൽ അത് ക്യാൻസർ അതിൽ നമുക്ക് തടയുന്നുണ്ട്. അപ്പം ഈ 2 എക്സാമ്പിളാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷേ പല വാക്സിൻ എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ടുള്ള പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിനും പിന്നെ ക്യാൻസറിലേക്ക് നയിക്കുന്ന കുറയ്ക്കാനും ഒരു പക്ഷേ സഹായിക്കും.